സഞ്ജു സാംസൺ വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഒരു വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്ത ഒരു പ്ലെയർ, മാൻ ഓഫ് ദി മാച്ച്, പ്ലെയർ ഓഫ് ദി മാച്ച്, പ്ലെയർ ഓഫ് സീരീസ്, ഒരു വേൾഡ് കപ്പ് ഇത്രയും നല്ല ഹൈ സ്റ്റേജിൽ ഒരു കളിയിൽ ആൾ ഇത്രയുമായി പെർഫോം ചെയ്ത ആള് ഒരു 3 കളിയുടെ ഒരു ഫോം ഔട്ടിന്റെ പേരിൽ ആൾ ഔട്ടാക്കി, ടീമിനെ ഔട്ടായത് 3 കളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ടായ രീതി നോക്കിയാൽ മതി. ഹി വാസ് ഫേസിങ് ദ ബെസ്റ്റ് ബോൾ ഓഫ് ദ മാച്ച്. ഒരു LBW ഇംഗ്ലണ്ട് വന്ന് ഫസ്റ്റ് T20 ഓഫ് സൈഡിൽ കളിച്ച ബോൾ, അതൊരു ഉജ്ജ്വല ക്യാച്ചിലാണ് ആൾ ഔട്ടായത്. സോ എനിക്ക് തോന്നിയില്ല ആൾ ഔട്ട് ഓഫ് ഫോം ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ലാസ്റ്റ് T20 ഇറങ്ങി ആൾ കുഴപ്പമില്ലാതെ കളിച്ച് 26 റൺ അടിച്ചു. ആകാശ് ചോപ്രയുടെ ഇന്റർവ്യൂല് സഞ്ജു സാംസൺ പറഞ്ഞു വെച്ചാല് ഇനി സഞ്ജു എങ്ങനെ കളിക്കണമെന്നൊന്നും ആൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. ഐ വിൽ ഡിസൈഡ് ഹൗ ടു പ്ലേ. അത് മാത്രമല്ല ആൾ പറഞ്ഞു വെച്ചാൽ ഇനി ആ ഇന്ത്യൻ ടീമിൽ 14 പോയിട്ട് 15 പോലും ആൾ കളിക്കാൻ ഇപ്പോൾ ചാൻസ് ഇല്ലെന്നാണ് പറയുന്നത്. ആൾക്ക് മനസ്സിലാക്കി, ഈസ് റിയലൈസിങ് ദ റിയാലിറ്റി. അയാൾ പറഞ്ഞ വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ചാൽ കമ്മിങ് ഫ്രം കേരള, എന്നിട്ട് ഇന്ത്യൻ ടീമിൻ്റെ ബിഗ് സ്റ്റേജിൽ കളിക്കാൻ പറ്റി. അതുമാത്രം 2024-26 വേൾഡ് കപ്പ് കളിക്കുകയും ചെയ്തു, മാൻ ഓഫ് ദി സീരീസ് ആയി. ആ ഒരു അച്ചീവ്മെന്റ് നോബഡി ക്യാൻ ടേക്ക് ഹിം ഫ്രം ഹിം. അപ്പോൾ അതൊന്നും ഈ സെലക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഗംഭീറിനൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമല്ല, മനസ്സിലായോ? അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പക്ക അസൂയാണ്, പക്ക ജലസ് ാണ് ഇയാളെ പുറത്ത്. കാരണം അത്ര സ്റ്റാർഡായി ഒറ്റ ടൂർണമെന്റ് കളിക്കുകയും ഇത്ര കാലം പുറത്തിരുത്തിയൊരു പ്ലെയർ വന്നിട്ട് അങ്ങനെ പെർഫോം ചെയ്ത് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തപ്പോൾ അവർക്ക് മുഖത്തടിച്ച ഒരു അടിയായിരുന്നത്. അതിൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ട് എനിക്ക് തോന്നി. കാരണം അല്ലാതെ വേറൊരു കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ഞാനൊരു പ്ലെയറിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് തന്നെ അറിയാം ഇപ്പം അടുത്ത കാലത്ത് ടൂർണമെന്റിലൊക്കെ പല പ്ലെയേഴ്സും എങ്ങനെ പെർഫോം ചെയ്യുന്നു, എത്ര ഫെയിലിയേഴ്സ് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ. നോബഡി കെയർസ് അബൌട്ട് ദാറ്റ്. സഞ്ജു ജസ്റ്റ് 3 innings ഈസ് ഔട്ട്. ഇത് എന്താ സംഭവിക്കുന്ന ഒരു പിടി കിട്ടുന്നില്ല. അത് താൻ ഈ ജലസ് അല്ലാതെ വേറൊരു കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഗംഭീർ എന്ന കളിക്കുന്ന സമയത്ത്, ഗംഭീർ എന്ന പ്ലെയർ എന്ന നിലയിൽ കളിക്കുന്ന സമയത്ത് തന്നെ വേൾഡ് കപ്പ് എടുത്ത ശേഷം 2011 വേൾഡ് കപ്പ് എടുത്ത ശേഷം ആള് പറഞ്ഞത് എല്ലാവരും ധോണിനെ മാത്രം പൊക്കി പറയുന്നത്. ആ കളി ഞാൻ 97 റൺ അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ആരും എന്നെ കുറിച്ച് പറയുന്നില്ല. ധോണി ആ ക്രെഡിറ്റ് അടിച്ചു മാറ്റി വന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ആള് ഡിപ്ലോമാറ്റിക്കും അല്ല, അയാൾ അത്രയും എന്താ പറയുക ബെസ്റ്റാണ് ഉള്ളിലുള്ളത്. ഓക്കെ, അയാൾ സ്വന്തമായിട്ടുള്ള അച്ചീവ്മെന്റ്സും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും എടുത്തു പറയുന്ന ഒരാളാണുള്ളത്. സോ ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ അഗൈൻസ്റ്റ് സഞ്ജു. അപ്പോൾ ഇതാണ് റിയാലിറ്റി. എനിക്ക് തോന്നുന്നില്ല സഞ്ജുവിന് തിരിച്ചുവരവ് ഉണ്ടാവും എന്നുള്ളത്.